ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെന്ന ഭട്ടൂര. ഭട്ടൂരയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 250 ml 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, ഉപ്പ് ആവശ്യത്തിന്, 1.5 ടേബിൾ സ്പൂൺ റവ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് തൈര്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചത്. ഒറ്റ ഇതിന് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിക്കാവൂ. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ എടുത്താണ്. ഇത്രയേ ഉള്ളൂ, ബാക്കി 1 ടേബിൾ സ്പൂൺ കാണത്തില്ല. ഇനി ഒരല്പം എണ്ണ തടവി ഇതൊരു 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവിരുന്ന് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ചെന്ന ഭട്ടൂരയുടെ ചെന്ന മസാല തയ്യാറാക്കാം. ഒരു കുക്കർ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കുക്കർ ചൂടായി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം, ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ, അവിടെ ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്ന ഒന്നുകിൽ നല്ലെണ്ണ അതല്ലെങ്കിൽ കടുകെണ്ണ, ഇതൊക്കെയാണ്. നമ്മളാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ അയമോദകം. നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ അവർ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് അയമോദകം. കാരണം അവരുടെ മിക്കവാറും എല്ലാ ഡിഷിലും പൊട്ടറ്റോയും അതുപോലെ തന്നെ ഈ കടലയൊക്കെ ആകുമ്പോൾ വയറിനൊരു ഇതിന് വേണ്ടിയിട്ടാണ് അവരിത് ചേർക്കുന്നത്. രണ്ട് വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്,
ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കേണ്ട. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കടല പ്രത്യേകം വേവിച്ചല്ല ഞാൻ ചേർക്കുന്നത്. കടല ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത്. 1 കപ്പ് കടല 250 ml കപ്പാണ്. അത് കഴുകി ഒരു 8 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്കിടാം. അത് വേകാൻ ആവശ്യമായ വെള്ളം. രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഫുൾ ഫ്ലെയിമിൽ ആദ്യത്തെ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4 വിസിൽ അത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ കടല വെന്തിരിക്കും. അപ്പോൾ തീയെ ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുക്കർ തുറക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലയൊക്കെ. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് ഓരോന്നും പരത്തി ചൂടാം. നിങ്ങൾക്ക് ഭട്ടൂരയ്ക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അത് കണക്കാക്കി ഓരോ ഉരുള എടുക്കാം. ഇനി ഓരോന്നും ഈ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുക്കാം. മാവ് പൊടി വളരെ കുറച്ച് ഉപയോഗിക്കാവൂ. പരത്തി കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് പൊടി ഒരുപാടുണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞിട്ട് വേണം എണ്ണയിലിടേണ്ടത്. വലിയ കട്ടിയും വേണ്ട, എന്നാൽ തീരെ നൈസാക്കുകയും ചെയ്യരുത്. രണ്ടാമത്തെ ഭട്ടൂരയും പരത്തി. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ പരത്തിയെടുക്കാം. അങ്ങനെ ഭട്ടൂരയെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
നല്ലപോലെ എണ്ണ ചൂടായിട്ട് ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇട്ട് കഴിയുമ്പോൾ ശകലം ഒന്ന് കുറച്ച് വയ്ക്കണം. ഗോൾഡൻ ബ്രൗൺ നിറമായി അതിൻ്റെ പുറം. അങ്ങനെ നമ്മുടെ ഭട്ടൂര എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റും സജസ്റ്റഡ് വീഡിയോസും ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.